ഗൈസ് നമുക്ക് ഇന്ന് ഈ കുഞ്ഞു കൊട്ട നിറയ്ക്കണം. അപ്പം എന്തൊക്കെയാണ് നമുക്ക് മുറ്റത്തുനിന്ന് കിട്ടുക നോക്കാവേ. എൻ്റെ കൂടെ ആർലോക്കുട്ടനും ഉണ്ട്. നമ്മുടെ സ്ട്രോബെറിയിൽ 2 കുഞ്ഞു കായുണ്ട്. അത് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. നല്ല റെഡ് കളറാണ്. പിന്നെ നമ്മുടെ പച്ചമുളക് നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. ആ പഴുത്തത് ഇങ്ങ് പറിച്ചെടുക്കാം. കോവയ്ക്കുണ്ട്. കോവയ്ക്ക ഞാൻ പറിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർലോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോവയ്ക്ക അവൻ പച്ചയ്ക്ക് തിന്നോളും. അവന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം പറിക്കുന്നുള്ളൂ. അതേ ഈ കാടിൻ്റെ ഉള്ളിലായിട്ട് തക്കാളി പഴുത്ത് കിടപ്പുണ്ട്. പിന്നെ അതേ കുറച്ച് കാന്താരിയും കൂടെ പഴുത്ത് നിൽപ്പുണ്ട്. അതും കൂടെ ഞാനിങ്ങ് പറിക്കുവാണേ. ടെറസിൻ്റെ മണ്ടയിലുണ്ടായിരുന്ന പടവലങ്ങ അമ്മ കയറിയിട്ട് അതിസാഹസ്യമായി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അത് പിന്നെ പറിക്കാം. പിന്നെ അതേ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരെണ്ണം ഉണ്ട്. ഇതുകൂടെ അങ്ങ് പറിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അന്നത്തെ ചെറിയ ഉള്ളി ഉണ്ട്. അതും കൂടി ഇങ്ങ് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്ന മുഴുവൻ ചെറിയുള്ളിയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മഴയുണ്ട്, അപ്പം ചീഞ്ഞ് പോകുമെന്ന് വിചാരിച്ചിട്ട് അതങ്ങ് എടുത്തതാണ്. നിറച്ച് മുരിങ്ങപ്പൂ ഉണ്ട്. തോരൻ വയ്ക്കാൻ നല്ലതാണ്. ഗൈസ്, മഴ വരാൻ തുടങ്ങി. ഈ ഒരു മാങ്ങ കൂടെ ഞാനങ്ങ് പൊട്ടിച്ചെടുക്കുക. നല്ല ഉളർമാങ്ങയാണ് കേട്ടോ. അത് നമ്മുടെ വിളവെടുപ്പിൽ കിട്ടിയ സാധനങ്ങളാണ്. കോവയ്ക്ക നമുക്ക് ആർലോക്കുട്ടന് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ബൈ.